മിവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ വൻ മാറ്റങ്ങളാണ് ഇപ്പോൾ വരുവാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ള റേഷൻ കടകളിൽ 4000 എണ്ണം പൂട്ടുവാൻ പോവുകയാണ്. റേഷൻ കടക്കാർ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് കുറച്ചു കാലമായി പ്രതിഷേധത്തിലും സമരത്തിലുമൊക്കെയാണ്. കാർഡുകൾ കുറവായ കടകൾക്ക് തിന്നുപീക്കാൻ മതിയായ വക കിട്ടുന്നില്ലെന്നാണ് കടക്കാരുടെ പ്രധാന പരാതി. ഈ പ്രതിസന്ധി മറികടക്കാൻ റേഷൻ കടകളുടെ എണ്ണം കുറച്ച് കൂടുതൽ ആളുകൾ എത്തത്തക്ക വിധം കടകൾ പുനർക്രമീകരിക്കണമെന്ന വിദഗ്ധ സമിതി ശുപാർശ. നിലവിലുള്ള റേഷൻ കടകളിൽ 15 ലിറ്റർ താഴെ മാത്രം ധാന്യ വിതരണം നടത്തുന്ന 85 കടകൾ ഉണ്ടെന്നതാണ് കണക്ക്. ഇവ കൂടുതൽ തെക്കൻ ജില്ലകളിലാണ്. ലാഭകരമല്ലാതെ പ്രവർത്തിക്കുന്ന കടകൾ ധാരാളമുള്ള സ്ഥിതിക്ക് പുതിയ കടകൾ അനുവദിക്കുന്നത് നിയന്ത്രിക്കണമെന്നും ശുപാർശയിലുണ്ട്. സ്ഥല സൗകര്യമുള്ള റേഷൻ കടകളിലെല്ലാം റേഷൻ സാധനങ്ങൾക്ക് പുറമെ സ്റ്റോറിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സൗകര്യം നൽകുക. ഇങ്ങനെ പരിവർത്തനം ചെയ്യുന്ന റേഷൻ കടകൾ മുഴുവൻ സമയവും പ്രവർത്തിക്കാൻ അനുമതി നൽകുക. സ്റ്റോറായി മാറ്റുന്ന റേഷൻ കടകൾ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കുക തുടങ്ങിയ നടപടികളിലൂടെ റേഷൻ കടകൾ കൂടുതൽ ലാഭകരമാക്കാൻ സാധിക്കും. ജനങ്ങൾക്കും വലിയ സഹായകരമാകും അത്. എല്ലാ കടകളിലും 800 കാർഡുകൾ എന്ന നിലയിൽ പുനർക്രമീകരിക്കുകയാണെങ്കിൽ ഒരു കടയ്ക്കും നഷ്ടമുണ്ടാവുകയില്ലെന്ന് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കടകളിൽ 3827 എണ്ണം പൂട്ടേണ്ടി വരുന്നത്. ഇത്തരത്തിലൊരു നിർദ്ദേശത്തിന് റേഷൻ കട ഉടമകളും അവരുടെ സംഘടനകളും എത്രത്തോളം അനുകൂലമാണെന്ന് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശം പുതിയ ഒരു സമരം ക്ഷണിച്ചു വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പഞ്ചസാര, മണ്ണെണ്ണ തുടങ്ങിയവയുടെ വിതരണ വില വർദ്ധിപ്പിച്ചാൽ കടക്കാരുടെ വരുമാനം വർദ്ധിക്കും. ഇപ്പോൾ പരിമിതമായാണ് ഇവയുടെ വിതരണം. ഉയർന്ന വരുമാനക്കാർക്ക് റേഷൻ പഞ്ചസാരയും റേഷൻ കടകളിലൂടെ നൽകുന്നില്ല. മണ്ണെണ്ണ ഒഴിച്ചുകൂടാനാവാത്ത വസ്തുവായതിനാൽ അത് എല്ലാ കാർഡുകൾക്കും കുറഞ്ഞ അളവിലെങ്കിലും ലഭ്യമാക്കണമെന്ന ആവശ്യം വളരെ നാൾ മുന്നേ ഉള്ളതാണ്. എന്നാൽ മണ്ണെണ്ണ കേട്ട സമയത്തെടുക്കാതെ നഷ്ടപ്പെട്ടാലും അത് ഏറ്റെടുത്ത് വിതരണം ചെയ്യാൻ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് നടപടിയെടുക്കുന്നില്ല. റേഷൻ കടകൾ സംസ്ഥാനത്തെ ജനജീവിതവുമായി അബോധ്യമായി ബന്ധപ്പെട്ട സംവിധാനമായി മാറിക്കഴിഞ്ഞതിനാൽ അവിടെ കൊണ്ടുവരുന്ന ഏതു പരിഷ്കാരവും വേണ്ടത്ര അവനാദിയോടെ ആലോചിച്ച് മാത്രമേ നടപ്പാക്കാവൂ. റേഷൻ കടകളിൽ ക്രമക്കേടുകൾ തടയാൻ ഇക്കാലത്ത് മികച്ച സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുമായി കൂട്ടുചേർന്ന് അല്ലറ ചില്ലറ ക്രമക്കേടുകൾ നടത്തി അതിലൂടെ നേടുന്ന വരുമാനമാണ് കട നടത്തിപ്പിലെ നഷ്ടം ഇല്ലാതെയാക്കിയിരിക്കുന്നത്. ഇന്ന് സ്ഥിതി മാറി. എല്ലാം നോക്കുവാനും തെറ്റുകൾ കണ്ടുപിടിക്കുവാനും ഏർപ്പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ വിറ്റഴിക്കുന്ന റേഷൻ സാധനങ്ങൾ അടിസ്ഥാനമാക്കി മാത്രമേ ലാഭനഷ്ടങ്ങൾ നിശ്ചയിക്കാനാവൂ. കടവാടക, ജോലിക്കാരൻ്റെ വേതനം, പലതരത്തിലുള്ള പിരിവുകൾ എന്നിവയൊക്കെ കഴിച്ചാൽ കടയുടമയ്ക്ക് ലഭിക്കുക തുച്ഛമായ വരുമാനം മാത്രം. കച്ചവടം മതിയാക്കാൻ വിഷമമുള്ളത് കൊണ്ട് മാത്രമാണ് പലരും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും അന്നം മുട്ടുന്ന വലിയൊരു സാമൂഹിക പ്രവർത്തനമാണ് റേഷൻ കടക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗുണകരമായ നടപടികൾ മാത്രമേ സർക്കാരിൽ നിന്ന് ഉണ്ടാകാവൂ. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾ നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.